വായ്പ എടുക്കാനായി വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ. ഇത് നിഷ്കർഷിക്കുന്നതിൽ കുറവാണെങ്കിൽ ഒരു വ്യക്തിക്ക് ലോൺ നേടുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. RBI രജിസ്റ്റർഡ് ക്രെഡിറ്റ് ബ്യൂറോകളാണ് ക്രെഡിറ്റ് സ്കോർ ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ സിവിൽ ക്രെഡിറ്റ് സ്കോർ 300 മുതൽ 90 വരെയാണ്. ഇത് കുറവാണെങ്കിൽ ലോണിലുള്ള അപേക്ഷ നിരസിക്കപ്പെടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഒന്നാമത് ചെയ്യാൻ പറ്റുന്നത് കൊളാറ്ററൽ വായ്പയാണ്. വീട്, സ്ഥലം പോലുള്ള സ്ഥിരാസ്തികൾ ഈടായി നൽകി വായ്പ എടുക്കുന്നതാണ് ഈ ഒരു സംഭവം. ഈട് ലഭിച്ചാൽ വായ്പാദാതാക്കൾ ക്രെഡിറ്റ് സ്കോർ പലപ്പോഴും കണക്കിലെടുക്കില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഈടാക്കിയുള്ള ലോണാണ് മറ്റൊരു കാര്യം. നിങ്ങൾ ഒരു ബാങ്കിൽ സ്ഥിര നിക്ഷേപമുള്ള ആളാണെങ്കിൽ അവ ഈടായി പരിഗണിച്ച് വായ്പ നിങ്ങൾക്ക് നേടാനാകും. സ്ഥിര നിക്ഷേപം ഈടായി പ്രവർത്തിക്കുന്നതിനാൽ മോശം ക്രെഡിറ്റ് സ്കോറിൽ പോലും ബാങ്കുകൾ വായ്പ അനുവദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഗ്യാരണ്ടർ. നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ഒരു ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. വായ്പ എടുക്കുന്നയാൾ വീഴ്ച വരുത്തിയാൽ വായ്പ തിരിച്ചടയ്ക്കാൻ ഗ്യാരണ്ടർ സമ്മതിക്കുന്നതിനാൽ തന്നെ അത് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ചില NBFCകൾ സാധാരണയായി മോശം ക്രെഡിറ്റ് സ്കോറുകളുള്ള വ്യക്തികൾക്ക് വായ്പ നൽകാൻ തയ്യാറായിരിക്കും. പക്ഷെ പലിശ നിരക്ക് അല്പം ഉയരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പോരായ്മ. എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും സിബിൽ സ്കോർ മോശമാണെങ്കിൽ പോലും വരുമാനം അല്ലെങ്കിൽ ലോണൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അർത്ഥം. എന്താണെങ്കിലും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.